തലസ്ഥാന നഗരിയിൽ കലാമാമാങ്കത്തിന് ഇന്ന് തിരിതെളിയും. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന വേദിയിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തം ബാധിച്ച വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ സംഘനൃത്തം അവതരിപ്പിക്കും. ലിജോ വർഗീസ് വിശദാംശങ്ങളുമായി. ലിജോ, അങ്ങനെ 63ാമത് കലാമാമാങ്കത്തിന് തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എപ്പോഴാണ് ഉദ്ഘാടനം? എല്ലാ ചടങ്ങുകൾക്കുമുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? ഇപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒന്നാം വേദിയിൽ തന്നെയാണ്. അതായത് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ തന്നെയാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഭാരതപ്പുഴ എന്നായിരുന്നു ഈ വേദിയുടെ പേര്. ആ ഘട്ടത്തിലാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഖ്യാതനായിട്ടുള്ള MT വാസുദേവൻ നായർ അന്തരിക്കുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് ആദരസൂചകമായി ഈ വേദിയുടെ പേര് നിള MT വാസുദേവൻ നായർ എന്ന് മാറ്റുകയായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഒരു ചിത്രം മുൻവശത്ത് തന്നെ വലിയ ഫ്ലെക്സ് ബോർഡിൽ ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ആ തരത്തിലാണത് ഈ ആദരം എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിനുള്ള ആദരം എന്ന നിലയ്ക്ക് അത് നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ ഇതിവിടെ കാണാം. കോർപ്പറേഷനിൽ നിന്നുള്ള ശുചീകരണ തൊഴിലാളികളായ ചേച്ചിമാരെല്ലാവരും ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ, അതായത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ലൈറ്റിങ്ങിന്റെ കാര്യങ്ങൾ, സ്റ്റേജിന്റെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവരെല്ലാവരും അവരുടെ അവസാനവട്ട ഒരുക്കങ്ങൾ എന്ന നിലക്ക്. ചേച്ചിമാരെ എത്ര മണിക്ക് പോകുന്നു? രാവിലെ തന്നെ വന്ന് പരിപാടികളൊക്കെ 4:30 പോകുന്നു. ആണല്ലേ? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? പിള്ളേർ വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓടി വന്നതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതുപോലെ പിള്ളേരെ കാണാമെന്നൊക്കെ വിചാരിക്കും. പരിപാടി കാണാൻ വരുമോ? വരും. അപ്പോ ആ തരത്തിൽ പരിപാടികൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ 9 മണിക്ക് തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തും. അതിനുശേഷം 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. നമുക്കൊപ്പം സുജിചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. പരിപാടികളൊക്കെ സെറ്റായി നിൽക്കുകയാണ്. എങ്ങനെയാണ്, ഒരു ആവേശത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? ചെറിയ തൊണ്ടയുടെ പ്രശ്നമുണ്ടല്ലോ. രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ MDയുടെ ചിത്രം ഇങ്ങനെ ഉയർത്തുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു സൈഡിൽ MDയുടെ നമ്പൂതിരി വരച്ച രേഖാചിത്രം, അപ്പുറത്തെ വശത്ത് MDയുടെ ഏറ്റവും വിഖ്യാതമായ അറിയപ്പെടാത്ത രഹസ്യങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രത്തെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയിലേക്കാണ് എനിക്കിഷ്ടം. അങ്ങനെ MDയുടെ ദീപ്തമായ ഒരു സ്മരണ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒപ്പം പറയുമ്പോൾ തന്നെ നിളയെ നമ്മൾ അറിയാതെ ഓർക്കാണ്. തിരുവനന്തപുരത്തിൻ്റെ നഗരജീവിതത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കുറേ ചിത്രങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് പ്രധാന വേദി സജീവമായി കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ അല്ലേ, കുറച്ച് സമയം മാത്രം. അതിനകം ഈ വേദി ഇങ്ങനെ ഉണരാൻ പോവാണ്. സ്വർണ്ണക്കപ്പ് ഇന്നലെ വൈകുന്നേരം എത്തി. വിദ്യാഭ്യാസ മന്ത്രി അത് ഏറ്റുവാങ്ങി. പഴയടത്തിന്റെ ഊട്ടുപുര സജീവമായി കഴിഞ്ഞു. ഇന്നലെ രാത്രിയിലെ അത്താഴ സദ്യയോടുകൂടി തന്നെ സജീവമായി കഴിഞ്ഞു. രജിസ്ട്രേഷൻ നമ്മളും ആ തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമും പവലിയൻ പൂർണ്ണ സജ്ജാണ്. പവലിയനിലേക്ക് പൂർണ്ണമായും നമ്മുടെ ക്യാമറ തുറക്കാറായിട്ടില്ല. രാവിലെ അതിൻ്റെ ഒരു ചടങ്ങൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ടീം മുഴുവൻ എത്തും. അതോടുകൂടി പവലിയൻ തുറക്കും. 52 പേരുടെ വലിയ ടീമിനെയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. 10-12 റിപ്പോർട്ടർമാരുണ്ട്, 10-16 ക്യാമറമാന്മാരുണ്ട്, ടെക്നീഷ്യന്മാരുണ്ട്. ഏറ്റവും എണ്ണം പറഞ്ഞ ടെക്നീഷ്യന്മാരെയും ലേഖകരെയും റിപ്പോർട്ടർമാരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കലോത്സവത്തിന് 24 വേദികളിൽ ഓരോ വേദിയിൽ നിന്നും ഓരോ ഇനത്തിൻ്റെയും ഏറ്റവും പുതിയ വിവരങ്ങൾ അത് സമയാസമയം നമ്മൾ പ്രേക്ഷകരിലെത്തിക്കും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പവലിയൻ അതാണ്. ഒന്നാമത്തെ പവലിയനാണ് നമ്മുടെ നമ്പർ 1. അതിൻ്റെ ജോലികൾ തുടങ്ങിക്കഴിഞ്ഞു. 10 മണിയോടുകൂടി സൗണ്ട് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തോന്നല്ലേ അകത്ത് സൗണ്ട് ടെസ്റ്റിംഗ് നടക്കുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വേദി. ഒന്നാമത്തെ വേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പരിശോധനകളും ഇന്നലെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇനി മുതൽ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ, അതായത് ഇന്ന് മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇനി കുട്ടികളുടെ മാത്രം സ്ഥലമാണ്. ഇനി കുട്ടികളുടെ കളി എന്നൊക്കെ പറയുന്നത് ഉറങ്ങില്ല. ആ തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന, അവർക്ക് വേണ്ടി ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സജ്ജീകരണങ്ങളും ആ തരത്തിൽ ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒഴിഞ്ഞ കസേരകളാണ് കാണുന്നത്. സ്വാഭാവികമായി രാവിലെ 6 മണിയായപ്പോൾ അതാണ്. പക്ഷേ 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ നിറയും. അത് കുട്ടികളെ കൊണ്ട്, അത് മത്സരിക്കാനെത്തിയ
കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, അതോടൊപ്പം തന്നെ ഈ പരിപാടികളെല്ലാം കാണാൻ വരുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഒരാഴ്ചയായിട്ട് തന്നെ തിരുവനന്തപുരം ഈ നവോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ദീപപ്രഭയിൽ മുങ്ങി നിവരുകയാണ്. അത് 8-ാം തീയതി വരെ നീട്ടാൻ ഇനി അങ്ങനെയുള്ള ഒരു 10,000 ചിരികളല്ല ഇനി ഉണ്ടാവും. ഇതേപോലെ പുഞ്ചിരിക്കുന്ന ഒരു 10,000-ത്തിലധികം ചിരികൾ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. രാവിലെ തന്നെ ഇവിടുത്തെ ഒരു എനർജി അവസാന നിമിഷത്തേക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിലൊക്കെ പ്രധാന വേദിയാണിത്. സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ 100 കണക്കിന് പ്രവർത്തകരാണല്ലേ, സന്നദ്ധ പ്രവർത്തകർ. സന്നദ്ധ പ്രവർത്തകരിലെ വോളണ്ടിയേഴ്സും ഉണ്ട്. 5,000-ലധികം വോളണ്ടിയേഴ്സിനെ ഈ 26 വേദികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് എല്ലാമായി ഒരു 5,000-ത്തോളം സന്നദ്ധ പ്രവർത്തകർ, വോളണ്ടിയേഴ്സിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, അതേപോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, പിന്നെ സ്കൂളുകളിൽ നിന്ന NSS വോളണ്ടിയേഴ്സ് അടക്കം, അതേപോലെ മുതിർന്ന ആളുകളുടെയും വോളണ്ടിയർ സേവനമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സജ്ജാണ്. പിന്നെ വിജിലൻസ്, അഴിമതി, അതൊക്കെയും ഇതിൻ്റെ ഭാഗമാണല്ലോ. ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അപ്പീലുകൾ പരമാവധി ഒഴിവാക്കുക, ആരോഗ്യവകുപ്പ് വിധി പ്രഖ്യാപനത്തിലെ ഈ ഒരു വിവാദങ്ങൾ ഒഴിവാക്കാൻ വിജിലൻസിൻ്റെ സേവനം, ആരോഗ്യവകുപ്പിൻ്റെ സേവനം, അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളുടെയും ഒരു കണ്ണിചേർന്ന ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫാർ സോ ഗുഡ് എന്നാണ് ഇതിൻ്റെ ഒരു സംഘാടനത്തെ പറ്റി ഇപ്പോൾ പറയാനുള്ളത്. ഇനി ഊട്ടുപുര തുറക്കാൻ പോകുന്നു ഉച്ചയോടുകൂടി. സ്പെഷ്യൽ പായസക്കൂട്ടാണെന്നാണ് പറയുന്നത്. ഇന്നത് കഴിക്കാൻ പറ്റുമോ അറിയില്ല, അതിനൊരു സമയം നമുക്കുണ്ട്. പക്ഷേ നേരത്തെ സുജിചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നുകൊണ്ട് അത്രത്തോളം വലിയൊരു യജ്ഞം ഇതിന് ഭാഗമായിട്ടുണ്ട്. അത് പൂർണ്ണമായി അതിന്റെ അർത്ഥത്തിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മികവാർന്ന, തെളിവാർന്ന, മിഴിവാർന്ന കലാപ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിന്റെ കൂടെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കാവാലം ശ്രീകുമാറാണ് ഇത്തവണത്തെ സ്വാഗതഗാനം എഴുതിയിരിക്കുന്ന. ആ സ്വാഗതഗാനത്തിനുള്ള കലാമണ്ഡലത്തിലെ കുട്ടികളുടെ അത് നൃത്തശില്പം അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുശേഷം വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ഒരു നൃത്തശില്പം കൂടിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആളുകൾക്കുള്ള ഒരു അർച്ചന എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ആ തരത്തിൽ അവർ അതിജീവിച്ച് മുമ്പോട്ട് വരികയാണ്. ഈ പ്രതിസന്ധികളെ മുഴുവൻ കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ ഒരു പുതുവർഷത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം കേരളം കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ നിന്ന് മുമ്പോട്ട് വരുന്ന കുട്ടികൾ അവിടെ നിന്ന് വരുന്ന അവരുടെ ഇതിന് കൂടെ ചേരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അതിജീവിക്കും എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് MT വാസുദേവൻ നായരുടെ പേരിലുള്ള, നിളാനദിയുടെ പേരിലുള്ള ഈ വേദിയിൽ നിന്ന് 10 മണിയോടുകൂടി പരിപാടികൾ, അല്ലെങ്കിൽ ഈ യുവജനോത്സവത്തിന്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തിരിതെളിയാൻ പോകുന്നത്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് 5 ദിവസത്തോളം 8-ാം തീയതി വൈകുന്നേരം വരെയും പരിപാടികളുടെ പൂരമായിരിക്കും. ആ പൂരാവേശത്തിലേക്ക് നമ്മളും പങ്കുചേരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുതന്നെയാണ് ലിജോ സൂചിപ്പിച്ചതുപോലെ 8-ാം തീയതി വരെ തിരുവനന്തപുരം വലിയ ആവേശത്തിലായിരിക്കും. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് ലിജോ ഏറ്റവും ഒടുവിലായി പറഞ്ഞ വയനാട് ദുരന്തത്തേക്ക് അതിജീവിച്ച ആ കുഞ്ഞുങ്ങൾ അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ലിജോ, എങ്ങനെയാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരു ക്രമം, അതെങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് ഉണ്ടാവുക, എപ്പോഴാണ് ഇതൊക്കെ ആരംഭിക്കുക, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണോ? തീർച്ചയായും ഇതൊക്കെ നേരത്തെ തന്നെ വളരെ കൃത്യമായി പരിപാടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കുറെ കൂടി സിസ്റ്റമാറ്റിക്കായി, കുറെ കൂടി സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ പല കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഏതൊക്കെ വേദികളിൽ എന്തൊക്കെ പരിപാടി എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അതിന് QR കോഡ് വഴി അത് നമുക്ക് അറിയാൻ കഴിയും. കുട്ടികൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് സംബന്ധിച്ചുള്ള മൊബൈൽ ആപ്പ് വഴി എന്ന പേരിൽ മൊബൈൽ ആപ്പ് ഉണ്ട്. ആ മൊബൈൽ ആപ്പിലൂടെ ഈ ഓരോ വിവരങ്ങളും തത്സമയം അതേ സമയത്ത് അറിയാൻ പറ്റും. അത് രജിസ്ട്രേഷനും അതേപോലെ ഫലപ്രഖ്യാപനവും കൂടി ഈ മൊബൈൽ ആപ്പിൽ ഉണ്ട്. അതിൻ്റെ പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള, സർട്ടിഫിക്കറ്റ് പ്രിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ മൊബൈൽ ആപ്പ് വഴിയാണ്. ഇന്നലെ വരെ 10,024 പേര് കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. 700 പേര് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു. ഇനിയും ധാരാളം പേര് വരാനിരിപ്പുണ്ട്. 15,000-ഓളം പേരാണ്. ഒരു 4,500-ഓളം പ്രതിഭകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ വരാനിരിപ്പുണ്ട്. അതുപോലെ ഓരോ സ്റ്റേജുകളിലെയും ഇനങ്ങൾ, ഓരോ സ്റ്റേജിലെയും യഥാസമയം നടത്തുന്ന ടൈം ഷീറ്റ്, കോൾ ഷീറ്റ്, സ്കോർ ഷീറ്റ്, ടാബുലേഷൻ ഷീറ്റ്, ഇതൊക്കെയും ഈ ഇതിൽ ഉത്സവം ആപ്പിലും എല്ലാവർക്കും പരിശോധിക്കാം, സുതാര്യമാക്കുന്നു എന്നൊരു സംവിധാനം കൂടി ഇത്തവണയുണ്ട്.
അപ്പോൾ അതിനുശേഷം നേരത്തെ ചോദിച്ചൊരു കാര്യം 10 മണിക്കാണ് പ്രധാന പരിപാടി, അതായത് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അതിനുശേഷം ഏതാണ്ട് എല്ലാ വേദികളും ആ സമയത്ത് തന്നെ ഉണർന്ന് മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. അതിൽ തന്നെ ആദ്യ സമയങ്ങളിൽ തന്നെ രാവിലെ 11 മണിക്കാണ് ആദ്യ മത്സര ഷെഡ്യൂൾ ഉള്ളത്. അതിൽ ആ സമയത്ത് തന്നെ ചാക്യാർകൂത്ത്, കഥകളി, സിംഗിൾ, അതോടൊപ്പം തന്നെ ഭരതനാട്യം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് രാവിലെ പ്രധാനമായുള്ള പരിപാടികൾ വരുന്നത്. ഉച്ച കഴിയുമ്പോഴേക്കും 3 മണി സമയത്ത് ഷെഡ്യൂൾ ചെയ്തതിൽ മാർഗം കളിയുണ്ട്, അതോടൊപ്പം തന്നെ പൂരക്കളിയുണ്ട് തുടങ്ങിയ പരിപാടികളാണ് ഇന്നത്തെ പ്രധാന പരിപാടി എന്ന നിലക്കാണ് ഇത് എടുത്തു പറയുന്നത്. അത്തരം പരിപാടികളാണ് ഇന്ന് നടക്കുക. അത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടികളെല്ലാം കൃത്യതയോടുകൂടി ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ നടക്കുമെന്നുള്ളതാണ്. 11 മണിയാണ് മത്സരക്രമങ്ങളുടെ അല്ലെങ്കിൽ ആദ്യ സമയം എന്ന നിലയ്ക്ക് മത്സരങ്ങൾ തുടങ്ങുക. അത് കൃത്യമായി തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കൽ കൂടി MD ഒന്നുകൂടി ഓർക്കാമെന്ന് തോന്നുന്നു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടമെന്ന് MD വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ നിളാതീരത്ത് നിൽക്കുന്ന ഒരു ദൃശ്യമാണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും വിഖ്യാതനായ ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു സിനിമ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലയിലൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരു ഒപ്പം തന്നെ നമ്മളെപ്പോലെ മാധ്യമ പ്രവർത്തകനായ ഒരാൾ നമ്മളെ വിട പറഞ്ഞിരിക്കുന്നതിനെ വളരെ കൃത്യമായി എടുത്തുകൊണ്ടുകൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വേദി ഒരുങ്ങി കഴിഞ്ഞു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. രാവിലെ വന്നത് തന്നെ ആളുകൾക്ക് ആസ്വദിക്കാവുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇനങ്ങൾ കൂടി ഉള്ളതാണ് ഇന്നത്തെ ദിവസം. 4-ാം തീയതി അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കാഴ്ചക്കാരായി. ശരി, അങ്ങനെ സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയാൻ ഇനി ഏതാനും സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 11 മണിയോടുകൂടി കലാമത്സരങ്ങൾ ആരംഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. തിരുവനന്തപുരം എല്ലാ തരത്തിലും സജ്ജമായിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലിജോ വർഗീസും സുജിത്തും.